വർണ്ണവിസ്മയം തീർത്ത് നിറയെ ഇതളുകളുമായി നിൽക്കുന്ന ജർബറ പൂക്കൾ പൂന്തോട്ടത്തിലെ മനോഹരമായ കാഴ്ചയാണ്. സൂര്യകാന്തിയുടെയും ഡാലിയയുടെയും ഫാമിലിയിൽപ്പെട്ട കട്ട് ഫ്ലവർ ചെടിയായ ജർബറ പൂക്കൾക്ക് സീസണെന്നോ ഓഫ് സീസണെന്നോ വ്യത്യാസമില്ലാതെ വിപണിയിൽ എന്നും മാർക്കറ്റുണ്ട്. പുഷ്പ അലങ്കാരത്തിന് ഏറെ പ്രിയപ്പെട്ട ഈ പൂക്കൾ 4-5 ദിവസം വാടാതെ നിൽക്കും. രാജ്യാന്തര കമ്പനികൾ ഇതിന്റെ പലതരം സങ്കര ഇനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ഇപ്പോൾ വിപണിയിൽ ഇറക്കുന്നുണ്ട്. ഫ്ലോറിസ്റ്റ് കമ്പനിയുടെ ഡാൽമ, ബ്രില്യൻസ്, കോസ്മോ, ഐസ്ക്വീൻ, അൽബേനി റുഗേറിയയുടെ ആംലെറ്റ്, ടെക്ല, നിവോള തുടങ്ങിയ ഇനങ്ങൾ ഈ കൃഷിക്ക് ഏറ്റവും നല്ലതാണ്. ഇന്ത്യയിൽ പൂനെയിലുള്ള കുമാർ ഫ്ലോറിസ്റ്റ്, ബാംഗ്ലൂരിലെ ഫ്ലോറൻസ് ഫ്ലോറ, കേരളത്തിലെ AVT, കോയമ്പത്തൂരിലെ സ്പിക് എന്നീ സ്ഥാപനങ്ങൾ ടിഷ്യൂ കൾച്ചർ വഴി ഉൽപ്പാദിപ്പിച്ച ജർബറയുടെ സങ്കര ഇനം തൈകൾ വിതരണം ചെയ്തു വരുന്നു. ഇവിടെ ഈ പോളി ഹൗസിൽ ദമ്പതിമാരായ രാഹുലും മേഘയും ജർബറയുടെ 3 നിറങ്ങളിലുള്ള പൂ ഇനങ്ങളാണ് വളർത്തുന്നത്. വിവാഹത്തിനും മറ്റ് ആഘോഷങ്ങൾക്കുമായി ഇപ്പോൾ നമ്മുടെ നാട്ടിലും അലങ്കാര പുഷ്പങ്ങൾ ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട്. ജർബറ പുഷ്പങ്ങൾക്ക് ഇവിടെ നല്ല ഡിമാൻഡ് ഉള്ളതുകൊണ്ട് വിപണനത്തിന് അന്യസംസ്ഥാനങ്ങളെ ഇവർക്ക് ആശ്രയിക്കേണ്ടതായി വരുന്നില്ല. തിരുവനന്തപുരത്തെ ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പുകൾ നേരിട്ട് വന്ന് ഈ പൂക്കൾ ഇപ്പോൾ വാങ്ങുന്നുണ്ട്. എത്ര ഏരിയയിലാണ് ഇവിടെ ഈ പുഷ്പകൃഷി ചെയ്തിട്ടുള്ളത്? ഈ മൊത്തം സ്ഥലം ഒരു 15 സെന്റ് ഉണ്ട്. അതിനകത്തുനിന്ന് ഇപ്പോൾ ഒരു 13 സെന്റ് അടുപ്പിച്ചായിരിക്കും ഈ പോളി ഹൗസിനേക്ക് സെപ്പറേറ്റ് ചെയ്തത്. ഈ 13 സെന്റിൽ ഈ പോളി ഹൗസ് ചെയ്യുന്നതിന് എത്ര രൂപയുടെ സാമ്പത്തിക ചെലവ് ഇതുമായിട്ടുണ്ട്? ഇതിനിപ്പം അപ്രോക്സിമേറ്റ്ലി ഒരു 5-7 ലക്ഷത്തിന് ഇടയ്ക്കായിട്ടാണ്, ഇൻക്ലൂഡിങ് ഈ പോളി ഹൗസും ഈ ലെവൽ ചെയ്യുന്നതിൻ്റെ കുറച്ചെല്ലാം. ഇതിന് എന്തെങ്കിലും കൃഷിഭവനോ അല്ലെങ്കിൽ ഹോർട്ടികോർപ്പ് വഴിയുള്ള പോലെയുള്ള സ്ഥാപനങ്ങൾ വഴിയോ എന്തെങ്കിലും സാമ്പത്തിക സഹായം ലഭിക്കുന്നുണ്ടോ? ഗവൺമെന്റിന്റെ ഒരു സബ്സിഡി ഉണ്ട് ഇങ്ങനൊരു വെഞ്ചർ തുടങ്ങുന്നതിനായിട്ട്. ബിക്കോസ് ഇതിന്റെ ബെനിഫിറ്റ്സ് ഈ ഏരിയയ്ക്കും കൂടെ ഉള്ളത് നല്ലതാണ്. കാര്യം ഇതിൽ നിന്നുള്ള ഇപ്പം കൃഷി ഉള്ളത് ഒരു ഏരിയയ്ക്ക് പൊതുവെ നല്ലതാണ്, ഈ ഇതിന്റെ ഓക്സിജൻ പ്രൊഡക്ഷനും അതും എല്ലാം വെച്ച് നോക്കുമ്പോൾ. അപ്പം ഗവൺമെൻറ് ഇങ്ങനെ വേക്കൻറ്റ് സ്ഥലം വെറുതെ കിടക്കാതെ അത് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു സബ്സിഡി ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് തരത്തിലുള്ള വളമാണ് ഇതിന് ഉപയോഗിക്കുന്നത്? വളം ഇതിനിപ്പം ഇനിഷ്യലി തുടങ്ങിയപ്പം ഉമി, ചാണകം അതൊക്കെ വെച്ചായിരുന്നു തുടങ്ങിയത്. പക്ഷെ ഇപ്പം പൂവൊക്കെ ആയി വന്നതിന് ശേഷം ഈ മത്തിയും ശർക്കരയും കൂടെയൊക്കെ ചേർത്ത് മിക്സ് ആയിട്ട് ഇപ്പം ഫെർട്ടിലൈസ് ചെയ്യുന്നു. ഏതെങ്കിലും തരത്തിലുള്ള കീടങ്ങൾ ഇതിന് ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ടോ ഈ കൃഷിയെ? ഇതുവരെയും അങ്ങനെ ഞങ്ങൾ നോട്ടീസ് ചെയ്തിട്ടില്ല. ബിക്കോസ് ഈ പോളി ഹൗസിൻ്റെ കൺസ്ട്രക്ഷൻ അങ്ങനെ തന്നെയാണ്. ഇതിനകത്തുനിന്ന് പുറത്തുനിന്നുള്ള അണുക്കൾ ഇതിനകത്തോട്ട് കയറാതെ ഇരിക്കാൻ ഉള്ള കംപ്ലീറ്റ്ലി സീൽഡായി. ഇപ്പം എൻട്രൻസിൽ തന്നെ ഇതിനകത്തോട്ട് ഇപ്പം നമുക്ക് കയറാനൊരു പൊട്ടാഷ്യം മാഗ്നേറ്റ് സൊല്യൂഷൻ ഇട്ട് കാല് കഴുകിയിട്ടൊക്കെയാണ് കയറുന്നത്. അതാകുമ്പോൾ കണ്ടാമിനൻസ് ഇതിനകത്തോട്ടുള്ള ആക്സസ് കുറവാണ്. മറ്റു ചില ബിസിനസ്സുകളും നോക്കി നടത്തുന്ന ഈ ദമ്പതികൾ ഒരു ഹോബി എന്ന നിലയിലാണ് ജർബറ പൂക്കൾ വളർത്താൻ ആരംഭിച്ചത്. എന്നാൽ ഇപ്പോൾ ജർബറയുടെ വിപണി മൂല്യം മനസ്സിലാക്കി ഇത് കൂടുതൽ വിപുലീകരിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നു. 2 ജോലിക്കാരെ ഈ ചെടികൾ പരിചരിക്കാനായി ഇവിടെ സ്ഥിരമായി നിയമിച്ചിട്ടുണ്ട്. ഫിഷ് അമിനോ ആസിഡാണ് വളവും കീടനാശിനിയുമായി ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതിന്റെ പരിചരണത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇതിന്റെ മെയിൻ്റനൻസിൽ ഇപ്പം ഇതിന് ഫുൾ ടൈം ഇവിടെ ആൾ നിൽക്കണം. ഇൻ ദ സെൻസ് വെള്ളം ഒഴിക്കുന്നതിനൊരു സ്ട്രിക്റ്റ് ടൈമുണ്ട്. അപ്പോൾ അതിവിടെ ആൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അറ്റ് ദ സെയിം ടൈം ഈ മത്തി, ശർക്കര ഇതെല്ലാം മിക്സ് ചെയ്ത് ഒരു കുറച്ച് നേരം ഇത് മിക്സ് ആയിട്ട് വെക്കണം. അപ്പോൾ അതിനായിട്ടുള്ള സമയം ഇതിപ്പം കൂടെ ഒരാൾ നിൽക്കണം. അപ്പം ഞങ്ങൾക്ക് ദൈവം സഹായിച്ച ഇവിടെ ഒരു ഫാമിലി ഉണ്ട്, ഇവർ നോക്കുന്നവരായിട്ട്. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഇത് ഈ ബഡ്സ് വന്നു കഴിഞ്ഞതിന് ശേഷം ഒത്തിരി നാളിങ്ങനെ പൂവായിട്ട് അവിടെ വെറുതെ വെക്കരുത്. അത് അതിനനുസരിച്ച് ഹാർവെസ്റ്റ് ചെയ്ത് അടുത്ത ബഡിനുള്ള സ്പേസ് ഉണ്ടാക്കണം. അതിൻ്റെ ടൈമിംഗ് എല്ലാം ക്രിട്ടിക്കലാണ്. ഇത് തുടങ്ങി വന്നപ്പം ഞങ്ങളിത് ഇങ്ങനെ പഠിച്ച് ഞങ്ങൾക്ക് അറിയാത്തതായതുകൊണ്ട് ചോദിച്ചും തിരക്കി എത്ര നാളൊക്കെ കാര്യങ്ങൾ ഓരോന്നായിട്ട് പഠിച്ചാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതനുസരിച്ച് 1000 സ്ക്വയർ മീറ്റർ കൂടുതൽ ഏരിയയിൽ ഇപ്പോൾ ഇവിടെ പോളി ഹൗസ് നിർമ്മിച്ചിട്ടുണ്ട്. ആഴ്ചയിൽ എത്ര പൂക്കൾ ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്? ഇപ്പം ഓൺ ആവറേജ് ഒരു 1200 തൊട്ട് 1500 പൂക്കളിനിടയ്ക്കുണ്ട് ആഴ്ചയിൽ. അതിന് ഒരു പൂവിന് എത്ര വില കിട്ടുന്നുണ്ട്? മാർക്കറ്റ് പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യും. കാര്യം ഇപ്പം ഞങ്ങളിത് ലോക്കലി ട്രിവാൻഡ്രത്തൊക്കെയാണ് കൊടുക്കുന്നത്. ബാംഗ്ലൂരിലെ ഫ്ലവേഴ്സ് വരുന്നത് പോലെയൊക്കെ ആയിരിക്കും പ്രൈസസ്. പക്ഷേ ഓൺ ആവറേജ് ഒരു 7 രൂപയ്ക്കും 10 രൂപയ്ക്കും ഇടയ്ക്ക് കിട്ടും. ഇതിൻ്റെ മാർക്കറ്റ് വിപണനം എങ്ങനെയാണ് ഇവിടെ ഇപ്പം നിലവിൽ? ഇപ്പം ഞങ്ങൾ 2-3 ലോക്കൽ ഫ്ലോറിസ്റ്റ് ഞങ്ങൾക്ക് കണ്ടിന്യൂസ് സപ്ലൈ ഉണ്ട്. കാര്യം അവർക്കിപ്പോൾ ഞങ്ങൾക്ക് ആഴ്ചയിൽ 1200 പൂക്കൾ 1500 പൂക്കൾ ഇടയ്ക്കുള്ളപ്പം അവർക്ക് ഇതിനോടൊരു ലോക്കൽ സപ്ലൈ ആയതുകൊണ്ട് അവർക്ക് ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും.
അതുകൊണ്ട് 2-3 ഫ്ലോറിസ്റ്റ് ഉണ്ട്. പിന്നെ ഈ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഞാൻ പറഞ്ഞാൽ ഈ കല്യാണങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പോൾ ഈ ആഴ്ച അവർ ഉടനെ തന്നെ വന്ന് ചോദിക്കും, ഒരു 700 പൂ എടുക്കാനുണ്ടോ, 1000 പൂ എടുക്കാനുണ്ടോ, അതുപോലെ കൊടുക്കുമായിരിക്കും. അപ്പോൾ ഏതൊക്കെ കളറിലുള്ള ആണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഇവിടെ ഇപ്പം നിലവിൽ ഞങ്ങൾ 3 കളറിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, യെല്ലോ, വൈറ്റ്, റെഡ്. അപ്പോൾ ഭാവിയിൽ ഇത് കുറച്ചുകൂടെ ഒരു ഇലാബറേറ്റഡ് ഏരിയയിലേക്ക് വ്യാപിപ്പിക്കാനായിട്ട് താങ്കളുടെ എന്തെങ്കിലും പ്രോജക്റ്റ് ഉണ്ടോ മനസ്സിൽ? ഞങ്ങളിപ്പം ഈ സ്ഥലത്തിൽ ഞങ്ങൾ ആദ്യം ഒരു പരീക്ഷണം നോക്കിയതാണ്. അത് ദൈവം സഹായിച്ച് സക്സസ്ഫുൾ ആണെന്ന് കാണുന്നുണ്ട്. എൻ്റെ ഫാദറുമായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ഞങ്ങൾ വേറെ കുറച്ച് സ്പോട്ട്സ് ഉള്ളിടത്ത് ഇതേപോലെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യും. അവിടെ പക്ഷേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒറ്റ കളർ വെച്ച് 3-4 പോളി ഹൗസ് പോലെ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ പൂർണ്ണമായും ഈ പുഷ്പകൃഷി തന്നെയാണ് ലക്ഷ്യമിടുന്നത്, ഒരു സൈഡ് ഹോബി ആയിട്ട് മുമ്പോട്ട് നീങ്ങാനായിട്ടാണ്. 2-3 ആഴ്ച കൊണ്ട് ഏതാണ്ട് 25,000 രൂപയോളം പ്രതിഫലം ലഭിക്കുന്ന ഈ പൂക്കൃഷി ഒട്ടും നഷ്ടമല്ലെന്ന് തന്നെ പറയാം. എന്നാലും ലാഭത്തിലെത്താൻ കുറച്ച് കാലതാമസമെടുക്കും. മാർക്കറ്റിൽ ജർബറ പുഷ്പങ്ങൾക്ക് നല്ല ഡിമാൻഡ് ഉള്ളതുകൊണ്ട് ഒരു പുഷ്പത്തിന് 7 മുതൽ 10 രൂപ വരെ ഇവർക്ക് ലഭിക്കുന്നുണ്ട്. എത്ര രൂപയുടെ ഒരു വിപണനം ഇത്രയും കാലം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്? ഇതിനകത്തുനിന്ന് ഇപ്പം ദയവായിച്ച ഒരു 25,000 രൂപ വെച്ച് ഓൾമോസ്റ്റ് 2 ആഴ്ച അല്ലെങ്കിൽ 2-3 ആഴ്ചയോടെ വരുന്നുണ്ട്. ഇതിൽ നിന്നൊരു സാമ്പത്തിക നഷ്ടം എന്തായാലും ഉണ്ടാവില്ല? ഇല്ല, ലോങ് ടേമിൽ നഷ്ടം ഉണ്ടാകുന്നില്ല. കാരണം ഈ പോളി ഹൗസ് തന്നെ 10 വർഷത്തോളം മെയിൻ്റെനൻസ് പറ്റും. അപ്പോൾ ഭാവിയിൽ ഈ പച്ചക്കറി കൃഷി ഇതുപോലെ പോളി ഹൗസിനകത്ത് വ്യാപകമായി നടത്തുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ കടന്നു വരികയാണ്, ആധുനിക രീതിയിൽ. അതിലേക്ക് കടക്കാൻ ഒരു താല്പര്യമുണ്ടോ? അതിനായിട്ട് ഇച്ചിരി സമയം, ഞാൻ പറഞ്ഞല്ലോ, ഇതിനൊന്ന് എല്ലാം ഒന്ന് മോണിറ്റർ ചെയ്യാൻ സമയവും ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം. അപ്പം ഇത് കഴിഞ്ഞിട്ട് മുമ്പോട്ട് നീങ്ങുമ്പം കൃഷി പതുക്കെ അതിലോട്ടും കൂടെ നീങ്ങാൻ താല്പര്യമുണ്ട്. അപ്പോൾ കുടുംബത്തിനകത്ത് ആരുടെയൊക്കെ സപ്പോർട്ട് ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്? കുടുംബത്തിൽ എനിക്കിത് ഒറ്റയ്ക്ക് ഒരിക്കലും നടക്കത്തില്ല. എൻ്റെ ഫാദറും മദറും കൂടാണ് ഇതിന് താല്പര്യം ആദ്യം കാണിച്ചത്. അപ്പോൾ അവരുടെ ഒരു ആഗ്രഹപ്രകാരം ഇത് നടപ്പിലാക്കാനായിട്ടായിരുന്നു എനിക്ക് സഹായിക്കുകയെന്ന്. പിന്നെ എൻ്റെ വൈഫിനും ഈ ഫ്ലവറിനോട് താല്പര്യം ഉള്ളതുകൊണ്ട് വൈഫും കൂടി ഇതിനെപ്പറ്റി ഈ ഓരോ സ്റ്റേജിൽ എത്രണ്ണം മുറിക്കണം, എവിടെ ചെയ്യണം, അതൊക്കെ വൈഫാണ് തിരക്കിയെടുത്ത് പഠിച്ചത്. അപ്പം അതുകൊണ്ട് ഫുൾ ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലാതെ ഇതൊരിക്കലും നടക്കത്തില്ല. അപ്പോൾ ഇനി ഭാവിയിൽ വിദേശത്തേക്ക് പോകുമ്പോൾ അവിടെ ഈ രീതിയിൽ ഉള്ള കൃഷികൾ കണ്ട് മനസ്സിലാക്കി ആ തരത്തിൽ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരണമെന്നൊരു ഐഡിയ ഉണ്ടോ? അത് ആഗ്രഹമുണ്ട്. കാര്യം പുറത്ത് പല ടൈപ്പ് ഓഫ് അഡ്വാൻസ്മെൻറ്റ്സ് ഉണ്ട്. അത് ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നാൽ എനിക്ക് മാത്രമല്ല പൊതുവേ ഈ നാട്ടിൽ കൃഷി ചെയ്യുന്നവർക്കും കൂടെ ഇപ്പം ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ഇവിടെ കൊണ്ടുവരുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഈ പോളി ഹൗസ് കൃഷി ആദ്യം വന്നത് വിദേശങ്ങളിലാണ്, പിന്നീട് ഇങ്ങോട്ട് വരികയായിരുന്നു. അപ്പോൾ താങ്കൾ വളരെ കാലം വിദേശങ്ങളിൽ പഠനം നടത്തിയിട്ടുള്ള ഒരാളാണ്. അവിടെ കാണുന്ന പോളി ഹൗസ് കൃഷി രീതികളും നമ്മുടെ നാട്ടിലുള്ള നിലവിൽ നിർമ്മിച്ചിട്ടുള്ള കൃഷി രീതികളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം താങ്കളുടെ ഒരു ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ? പോളി ഹൗസ് എന്ന് പറയുന്നത് ഒരു ബേസിക് ഫണ്ടമെൻ്റലാണ്. അതിൽ വ്യത്യാസം വരുന്നത് അതിൻ്റെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സിലാണ്. ബിക്കോസ് ഇവിടെ ഇപ്പം നമ്മൾ മാനുവലി വന്ന് ചെത്താനും നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം ഇച്ചിരൂടെ ടെക്നോളജിക്കലി ഇനിഷ്യൽ സ്റ്റേജസിലുള്ള സാധനമാണ്. പുറത്തൊക്കെ ആണെങ്കിൽ അവർ ടൈമറൊക്കെ വെച്ച് ഈ വെള്ളം ഒഴിക്കുന്നതും കമ്പ്യൂട്ടറൈസ്ഡ് ആക്കിയിട്ടുണ്ട്. നമ്മളിപ്പം അതിനുള്ള ടെക്നോളജിയും അതിങ്ങോട്ട് കൊണ്ടുവരുന്നത് പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളത് പഠിക്കാനായിട്ടുണ്ട്. ഈ പോളി ഹൗസ് കൃഷി രീതിയേക്കാളും കുറച്ചുകൂടെ മോഡേൺ ആയിട്ടുള്ള എന്തെങ്കിലും കൃഷി രീതികൾ വിദേശങ്ങളിൽ താങ്കൾ കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇവിടെ പോളി ഹൗസ് പോലെ നമ്മളിപ്പം പൂക്കളാണ് ചെയ്യുന്നത്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും പുറത്ത് അവിടെ പോളി ഹൗസിൽ നല്ലപോലെ ചെയ്യുന്നുണ്ട്. അവർ ചെയ്യുന്നത് ഈ ക്ലൈമറ്റിനെ മിമിക് ചെയ്യുക എന്നുള്ളത്. ചില ഏരിയയിൽ ഇപ്പം ഇന്ന പ്രത്യേക ഫ്രൂട്ടിനോ വെജിറ്റബിളിനോ ക്ലൈമറ്റ് ശരിയല്ലെങ്കിൽ പോളി ഹൗസിനകത്ത് അവർ ആ ക്ലൈമറ്റ് റീക്രിയേറ്റ് ചെയ്യുക ചെയ്യും. അപ്പം അതുപോലെ നാട്ടിലും കൊണ്ടുവരാൻ പറ്റും. അപ്പം നമുക്ക് പറ്റുമെങ്കിൽ കാശ്മീരിലെ വെതർ പോലെ ഒരു പോളി ഹൗസിനകത്ത് ആക്കി കൺട്രോളൊക്കെ ചെയ്ത് അതിന് ആപ്പിളും ഒക്കെ ചിലപ്പം ചെയ്തെന്നിരിക്കും. ഈ പുഷ്പകൃഷി തുടങ്ങാനായി ഇവർക്ക് പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടില്ല. ഓൺലൈനിൽ കോൺടാക്ട് ചെയ്താണ് ഈ പുഷ്പകൃഷിയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഇവർ ശേഖരിച്ചത്. ഇങ്ങനെ പഠിച്ച കാര്യങ്ങൾ ഓരോന്നായി പ്രയോഗിച്ചു നോക്കി തെറ്റുകൾ തിരുത്തിയാണ് ഇവർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ കൃഷിയെ പറ്റി എന്തെങ്കിലും ഒരു പരിശീലനം ഇതിനു മുമ്പ് കുടുംബത്തിൽ ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ മുമ്പേ അല്ല, പക്ഷേ ഈ പ്ലാൻ ഐഡിയ തുടങ്ങിയപ്പോൾ മുതലൊരു 3 months ഞങ്ങൾ റീസർച്ച് ചെയ്ത് അപ്പോൾ ഓൺലൈനിൽ കൂടെയും പിന്നെ ആൾക്കാരെ കോൺടാക്ട് ചെയ്ത് ഞങ്ങളിങ്ങനെ പഠനം നടത്തിയിരുന്നു. നമുക്ക് ഫീസിബിൾ ആണോ, ഞങ്ങൾക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് ആണോ എന്ന് ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഞങ്ങൾ എപ്പോഴും ആൾക്കാരെ ഇങ്ങനെ കോൺടാക്റ്റാണ്.
അപ്പോൾ ഇതിൻ്റെ ഞങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഫ്രം ദ ഗവൺമെൻറ്. ഞങ്ങൾ അവരോട് സംസാരിച്ച് ട്രെയിനിങ് വൈസ് ആണെങ്കിലും പിന്നെ ഇതിൻ്റെ റിസോഴ്സസും ഇതിൻ്റെ ഓരോ സ്ട്രക്ചറിനാണെങ്കിൽ പോലും ഞങ്ങൾക്ക് ഇങ്ങനെ അഡ്വൈസ് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാം ഞങ്ങളുടെ സ്വന്തം ഐഡിയാസ് അല്ല, പക്ഷേ നിലവിൽ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സക്സസ്ഫുൾ ആയുള്ള ടാക്ടിക്സ് ഞങ്ങൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ചെറുപ്പക്കാർ ഇതിലേക്ക് വന്നാൽ തീർച്ചയായും ഇതുകൊണ്ട് ഒരു ഉപജീവനം നടത്താൻ കഴിയുമെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റിയിരിക്കുകയാണ് അല്ലേ? തീർച്ചയായും ഡെഫിനറ്റ്ലി ഒരു നമുക്ക് അതിൻ്റെ ടൈമും അറ്റൻഷനും തീർച്ചയായും വേണം. പക്ഷെ അതല്ലാതെ ഇത് ഡെഫിനറ്റ്ലി നമുക്കിപ്പം ദൈവം സഹായിച്ച നാട്ടിലെ ഒരു ക്ലൈമറ്റ് ആണെങ്കിലും ഇതിന് പറ്റുന്നൊരു ഇപ്പം നമുക്ക് പോളി ഹൗസ് ആണെങ്കിലും നമുക്ക് മഴയും മറ്റുള്ള ചൂടും അധികം കൂടുതൽ എന്നേക്കാൾ യു ക്യാൻ സപ്പോർട്ട് ഇതിനെക്കൂടെ പ്രൊട്ടക്റ്റ് ചെയ്യാം. പക്ഷെ അതല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ഒരു സമയം ഇതൊന്ന് നോക്കാൻ ഒരാളെ കിട്ടിയാൽ തന്നെ നമുക്ക് നല്ല റിട്ടേൺസ് കിട്ടുന്നു. അപ്പോൾ എന്തൊക്കെ ശ്രദ്ധയാണ് ഈ കാര്യത്തിൽ കൊടുക്കുന്നത്? ഈ തരത്തിൽ നമ്മുടെ പൂക്കൾ നശിക്കാതെ നമുക്ക് ആവശ്യമായ ഇത് ലഭിക്കത്തക്ക തരത്തിൽ എന്തൊക്കെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഇതിനിപ്പോൾ? ഞങ്ങൾ നല്ലപോലെ സ്പ്രിങ്ക്ലർ ഇട്ട് വാട്ടർ കറക്റ്റ് സമയത്തിന് എല്ലാ ദിവസവും ഡെയിലി ട്വൈസ് കൊടുക്കുന്നുണ്ട്. അതല്ലാതെ നമുക്ക് ഒത്തിരി നാച്ചുറൽ ഫെർട്ടിലൈസേഴ്സും മാന്യൂർ ഈ സോയിലിനെ ഒന്ന് മെച്ചപ്പെടുത്താനും പിന്നെ ഇതിനൊന്നും ഒരു കീടാണുങ്ങളും ഒന്നും ഒരു ബാക്ടീരിയയും ഒന്നും ഒരു കണ്ടാമിനേഷൻ വരാതെ നല്ലപോലെ ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട് ഈ പോളി ഹൗസ്. അപ്പോൾ ഇതുപോലെ ഈ തരത്തിൽ ഞങ്ങൾ എപ്പോഴും നോക്കും എന്തെങ്കിലും ഒരു ഹോൾസ് ഉണ്ടോ പോളി ഹൗസിൽ, ഏതെങ്കിലും ഉറുമ്പ് കയറാനുള്ള അങ്ങനത്തെ. അപ്പോൾ അതെപ്പോഴും നോക്കും. അപ്പോൾ മെയിൻ്റനൻസ് ഇച്ചിരി ഏറെ വേണം. പക്ഷെ അതല്ലാതെ പൂക്കൾ നല്ലപോലെ ഇത് റെസ്പോണ്ടിങ് ടു നമ്മുടെ ഒരു വെള്ളം ഇടുന്നതിനും മാന്യൂർ ഇടുന്നതിനും നല്ലപോലെ വളരുന്നു. അത് ഇത് നല്ലതായിട്ട് ഇതിനെ കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു ഡ്രീം പ്രോജക്റ്റ് മനസ്സിലുണ്ടോ? ഈ സമയത്തില്ല, പക്ഷേ ഇപ്പം ഞങ്ങളുടെ ഉള്ള പ്രോജക്റ്റാണ് ഞങ്ങൾ നല്ലതായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള. ഞങ്ങൾ ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും ഇതിൻ്റെ ഇപ്പം ഞങ്ങൾക്ക് നല്ലപോലെ ഈൽഡ് വരുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ഇപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ 3 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് ഞങ്ങളുടെ നിന്ന് എടുക്കുന്നത്. അപ്പോൾ അതുപോലെ ഇച്ചിരി നല്ല കോൺസ്റ്റൻറ്റ് ബയേഴ്സിനെ കിട്ടി. അതുപോലെ ഇത് കാരണം ഞങ്ങൾക്ക് എപ്പോഴും ആഴ്ചയിൽ ഞങ്ങൾക്ക് കുറേ പൂക്കൾ വരുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് നല്ലൊരു സിസ്റ്റം ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഫോക്കസ് ചെയ്യാനാണ് ഇപ്പോഴത്തെ താല്പര്യം. അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകാനാണ് ഡെഫിനറ്റ്ലി ഒരു കാരണം ഞങ്ങൾക്ക് ലാൻഡ് പ്ലോട്ട് ഇരിപ്പുണ്ട്. ഇത് നല്ല രീതിയിൽ പോകുമ്പോൾ അതിലോട്ടും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഐഡിയ ഉണ്ട് നമുക്ക്. മാർക്കറ്റിങ്ങിന് എന്തെങ്കിലും തടസ്സം ഉണ്ടാവുന്നുണ്ടോ? ആഴ്ചയിൽ 1500ഓളം പൂക്കൾ കിട്ടുമ്പോൾ അധികമില്ല. ഈ സമയം ദിവസമാഴ്ച ഇപ്പം നല്ല ഡിമാൻഡുള്ള നാട്ടിലാകുമ്പോൾ അറിയാമല്ലോ ഒത്തിരി കല്യാണങ്ങളും എപ്പോഴും ഡിമാൻഡ് ഇല്ലാത്തൊരു സമയമില്ല. വിലയാണെങ്കിൽ ഇടയ്ക്ക് ഫ്ലക്ച്വേറ്റ് ചെയ്യും. പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള വിലയാണ് ഇപ്പോൾ കിട്ടുന്നത്. എത്ര വില കിട്ടുന്നുണ്ട്? കുറഞ്ഞത് 7 to 10 കൂടുതലും ആവറേജസ് അതാ. ഇതിലൊരു സാമ്പത്തിക നഷ്ടം എന്തായാലും ഉണ്ടാവില്ല. ഇല്ല, ഇനിഷ്യലി ഇച്ചിരി ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അതില്ലെന്ന് പറയാൻ ഒക്കത്തില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ റിട്ടേൺസ് കാണാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ തന്നെ സർപ്രൈസ്ഡ് ആയിരുന്നു. അപ്പോൾ ഇല്ല, ഡെഫിനറ്റ്ലി ഇല്ല. ഈ പുഷ്പങ്ങൾക്ക് നല്ല പരിചരണം ആവശ്യമാണ്. തൈകൾ നടുമ്പോൾ മുതൽ പുഷ്പിക്കുന്നത് വരെ ഇവയ്ക്ക് ഫംഗസ് ബാധ ഉണ്ടാവാതെ നോക്കണം. അന്തരീക്ഷത്തിൽ ചൂട് കൂടുമ്പോൾ സ്പ്രിംഗ്ലർ ഉപയോഗിച്ച് ചൂട് ശമിപ്പിക്കണം. എന്നാൽ പൂവ് വന്നു കഴിഞ്ഞാൽ പിന്നെ സ്പ്രിംഗ്ലർ ഉപയോഗിക്കാൻ പാടില്ല. തുള്ളി നനയിലൂടെ വെള്ളം ആവശ്യാനുസരണം ചെടിക്ക് എപ്പോഴും കൊടുക്കണം. പുഷ്പകൃഷിയിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓരോ ചെടിയും ഓരോ പൂവും എപ്പോഴും ശ്രദ്ധയോടെ നോക്കി പരിപാലിക്കണം എന്നതാണ്. ഇതിന്റെ പരിചരണത്തിൽ എന്തൊക്കെ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്? ഇത് ഒത്തിരി കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മളെ രോഗങ്ങളൊന്നും വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളവിടെ കാലൊക്കെ കഴുകിയിട്ട് അകത്തേക്ക് വരാവുള്ളൂ. പൊട്ടാസ്യത്തിന് കാലൊക്കെ കഴുകി അകത്തേക്ക് വരുന്നത്. ചപ്പലൊന്നും ഇടിക്കത്തില്ല. നമ്മളെ പരിസരമൊക്കെ നീറ്റായിരിക്കണം. അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ കീടനാശിനികൾ ഏതെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ കീടങ്ങളെ അകറ്റാനായിട്ട്? കീടനാശിനി നമ്മളെ ഫിഷ് അമിനോ ആസിഡ് അതാണ് ഉപയോഗിക്കുന്നത് കൂടുതൽ. നമ്മൾ ഈ ഫംഗസ് രോഗങ്ങളൊക്കെ വരുന്നതിന് ഫിഷ് അമിനോ ആസിഡാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ചാണകവും മൈക്രോ ഫുഡും കൂടെ മിക്സ് ചെയ്ത് 7 ദിവസം കലക്കിയിട്ടിട്ട് അതിനെ അരിച്ച് പിന്നെ ഇതിൻ്റെ ചുവടുകളിൽ തളിച്ചു കൊടുക്കുകയാണ് പരിപാടി. ഇതിൻ്റെ ഈ ജലസേചന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? അത് നമ്മുടെ ടാങ്കിൽ അടിച്ചിട്ടിട്ട് സ്പ്രിങ്കിൾ വഴി മേളിൽ കൊടുത്തിരിക്കുന്ന സ്പ്രിങ്കിൾ വഴി പിന്നെ അടിയിലും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് വെള്ളം കൊടുക്കുന്നത്. നമ്മളൊരു 10 മിനിറ്റ് സ്പ്രിങ്കിൾ മേളത്ത് നമുക്ക് ഒരു 8 സെക്കൻഡോളം നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ അന്നേരം നിർത്തണം. പൂവ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്പ്രിങ്കിൾ കൊടുക്കാൻ പാടില്ല. പൂവിന് അഴുക്കായിപ്പോൾ ഫംഗസ് രോഗങ്ങൾ എളുപ്പം വെടിവിടും. അപ്പോൾ പൂക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു ദിവസം എത്ര പ്രാവശ്യം നനയ്ക്കേണ്ട ആവശ്യമുണ്ട്? നമ്മൾ രാവിലെയും വൈകിട്ടും. ഈ കാലാവസ്ഥ മാറുന്നതനുസരിച്ച് ചൂട് കൂടുകയോ അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ ഇതിന്? ഉണ്ടാവും. എന്താണ് ഈ നെറ്റ് നമ്മൾ ചൂട് കൂടുമ്പോൾ അതനുസരിച്ച് നെറ്റ് വലിച്ചു കൊണ്ടിടുക. നെറ്റ് മാറ്റും. അല്ലാതെ നമ്മൾ വലിയ കാറ്റും വലിയ ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ സൈഡ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അത് താത്തങ്ങിട്ടേക്കും ഇത് ചൂട് നിൽക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടെ ഈ പരിചരണവുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പരിചരണത്തിന്? രാവിലെ വന്ന ഉടനെ ഇതിൻ്റെ ഒരേ സൈഡിൽ കൂടെ നടന്നു നോക്കണം. ഇതിന് ഇലകളോ എന്തെങ്കിലും അഴുക്കായി കിടപ്പുണ്ടോ ഇല്ലയെന്നോ, പൂക്കൾക്ക് ഫംഗസ് രോഗങ്ങൾ വരുന്നുണ്ടോ എല്ലാം കെയർ ചെയ്ത് നോക്കണം. പോളി ഹൗസിലെ കൃഷികൾക്ക് 50% സബ്സിഡി
ഹോർട്ടിക്കൾച്ചർ മിഷനിൽ നിന്നും ലഭിക്കും. ഇവിടെ ഈ പോളി ഹൗസ് നിർമ്മാണത്തിന് ഏതാണ്ട് 7 ലക്ഷം രൂപയോളം ഇതുവരെ ചെലവായിട്ടുണ്ട്. ഈ ചെറുപ്പക്കാർ, ഈ വിദ്യാസമ്പന്നരായിട്ടുള്ള ചെറുപ്പക്കാർ ഇതിലേക്ക് കടന്നു വരണം എന്നുള്ളത് അത്യാവശ്യമാണ്. എന്താണ് താങ്കൾക്ക് ആ വിഷയത്തെപ്പറ്റി പറയാനുള്ള അഭിപ്രായം? ഞാനിത് തുടങ്ങിയപ്പം എൻ്റെ പേരൻസിന് ഒരു ഇൻട്രസ്റ്റ് പ്രകാരമാണ് തുടങ്ങിയത്. പക്ഷേ ഇന്ത്യ ആസ് എ കൺട്രി മുമ്പോട്ട് നീങ്ങുമ്പം വി ഹാവ് ടു ബി സെൽഫ് സഫിഷ്യൻറ്റ്. നമ്മളിപ്പം പല കാര്യത്തിൽ ഈ അഗ്രികൾച്ചറിൽ വി ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ ഫോറിൻ കൺട്രീസ് ആസ് വെൽ. ആസ് ടൈം പാസസ് നമുക്കൊരു ജനറേഷൻ വേണം നമുക്ക് തന്നെ കൃഷി ചെയ്ത് ഇതിനെപ്പറ്റി അറിയാവുന്നതും ഇതിൻ്റെ അഡ്വാൻസ്മെൻറ്റിന് ഫോക്കസ് ചെയ്യുന്നത്. അത് ഇന്നത്തെ കാലത്ത് പല പിള്ളേരും ഈ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ടെക്നോളജിയിലോട്ട് നീങ്ങുമ്പം ബേസിക്സ് ഞാനുൾപ്പെടെ പലരും മറന്നിരിക്കുമായിരുന്നു. അപ്പോൾ അതിലോട്ടൊരു ശ്രദ്ധ വരുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായും താങ്കളെപ്പോലെ ഒരാൾ ഇതിലേക്ക് കടന്നു വന്നത് മറ്റുള്ളവർക്ക് പ്രചോദനമാകും. താങ്കൾ ഇതിനെ കുറേ കൂടെ വിശാലമായ രീതിയിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിച്ച് പച്ചക്കറിയും പുഷ്പകൃഷിയും ഒക്കെ നടത്തി ഇതൊരു വളരെ വലിയൊരു പദ്ധതിയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. പോളി ഹൗസിൽ ഇപ്പോൾ വ്യത്യസ്തങ്ങളായ കൃഷികൾ ചെയ്ത് ധനം സമ്പാദിക്കാനാവുമെന്നാണ് രാഹുൽ മേഘ ദമ്പതിമാരുടെ പുഷ്പകൃഷി നമ്മെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ പൊതുവേ നമ്മുടെ നാട്ടിൽ നോക്കിയാൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ചെറുപ്പക്കാർ കൃഷിയിലേക്ക് വരുന്നില്ല. നമ്മുടെ ഒരു കാർഷിക രാജ്യം എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് വരുന്നില്ല. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? ഇതിലൊരു ഈ ഇതുവരെ ലഭിച്ച അനുഭവത്തിൽ നിന്ന് പുതിയ തലമുറ ചെറുപ്പക്കാർ, വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ ഈ കൃഷിയിലേക്ക്, അഗ്രികൾച്ചറിലേക്ക് വരണം എന്നുള്ളതാണല്ലോ നമ്മുടെ അനുഭവം. അത് എന്താണ് അവരുമായി ഷെയർ ചെയ്യാനുള്ളത്? ഇതൊരു സാറ്റിസ്ഫൈങ് പ്രോജക്റ്റ്. അപ്പോൾ നമുക്ക് തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് കുറേ തടസ്സങ്ങൾ കാണും. ഇതാണ് നമുക്ക് ചെയ്യുന്നത്, നമ്മൾ ഇത്രയും പഠിച്ചതല്ലേ, അപ്പോൾ നമുക്ക് വേറൊരു നിലയിലോട്ട് പോകാൻ എല്ലാവർക്കും താല്പര്യം തീർച്ചയായും. പക്ഷേ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കിന് ഇറ്റ്സ് ഡെഫിനറ്റ്ലി സംതിങ് ദാറ്റ് യു ക്യാൻ ഡു വൈൽ യു ആർ ഡൂയിങ് സംതിങ് എൽസ്. അതായത് നമുക്കൊരു ചെറിയൊരു ടീം ഇവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു കണ്ണ് പോയാൽ മതി, ഒരു ഇൻട്രസ്റ്റ്. അപ്പോൾ എപ്പോഴും ഒരു ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ ഇത് സൈഡിൽ കൂടെ നടക്കാൻ ഒരു പ്രയാസവും ഇല്ല. പിന്നെ ഇറ്റ്സ് സംതിങ് യു ആർ ഗിവിങ് ബാക്ക്. നമുക്ക് നാട്ടിൽ കുറേ റീസോഴ്സസ് ഉണ്ട്, നല്ല ക്ലൈമറ്റാണ്, നമുക്ക് ഒത്തിരി ഹെൽപ്പേഴ്സ് കിട്ടും. എല്ലാവരും ഇച്ചിരി ഒരു നാക്കുണ്ട്, ഒരു ഗ്രീൻ തമ്പുണ്ട് നാട്ടിലെ ആൾക്കാർക്ക്. അതുകൊണ്ട് ഇവിടെ നടക്കാൻ ഭയങ്കര നല്ല സൂട്ടബിൾ എൻവയൺമെൻറ്റാണ്. അതുകൊണ്ട് ഐ വുഡ് ഡെഫിനറ്റ്ലി സജസ്റ്റ് യങ്സ്റ്റേഴ്സ് ടു ഗോ ഇൻ ടു ദിസ് ഫീൽഡ്. ഹോർട്ടിക്കൾച്ചർ, അഗ്രികൾച്ചർ, ഫാമിംഗ്, വെജിറ്റബിൾസ്, മഷ്റൂംസ് എല്ലാം ഇപ്പോൾ വളർന്നു വരുന്ന ഒരു ഫീൽഡാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ഇപ്പോൾ ഹസ്ബൻഡ് നേരത്തെ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ചില ഡ്രീം പ്രോജക്റ്റുകളെ പറ്റി പറഞ്ഞു. അപ്പോൾ അതിനാവശ്യമായ സപ്പോർട്ട് കൊടുക്കും ഡെഫിനറ്റ്ലി, തീർച്ചയായും. അദ്ദേഹത്തിലേക്ക്, കൃഷിയിലേക്ക് പൂർണ്ണമായും നിൽക്കുന്നത് സന്തോഷമാണ്. അതെ അതെ. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ ഫാമിലി മെമ്പേഴ്സും കൂടെ ചേർന്നിട്ട് ഭാവിയിൽ ഈ തരത്തിലുള്ള വലിയ പ്രോജക്റ്റുകൾ കൊണ്ടുവരണം. അത് നമ്മുടെ നാടിന് ഉപയോഗപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ജർബറ എന്ന പോലെ മറ്റു ചില പുഷ്പങ്ങളും പോളി ഹൗസിൽ വളർത്താൻ സാധിക്കും. വിദേശ രാജ്യങ്ങളിൽ ഇതെല്ലാം പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സംരംഭങ്ങളാണ്. നമ്മുടെ നാട്ടിലും പതുക്കെയെങ്കിലും ഇത്തരം കൃഷിരീതികൾ പരീക്ഷിക്കപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശ്രീ രാഹുൽ ജോസഫിൻ്റെയും കുടുംബത്തിൻ്റെയും അലങ്കാര പുഷ്പകൃഷിയുടെ അനുഭവങ്ങൾ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരെ ഇത്തരത്തിലുള്ള കൃഷിയിലേക്ക് കടന്നുവരാൻ പ്രേരിപ്പിക്കട്ടെ. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുള്ളൻ തെങ്ങുകളുടെ വിവരശേഖരണം നടക്കുന്നു. ക്ഷീരോൽപ്പന്ന നിർമ്മാണത്തിൽ പരിശീലനം. വാർത്തകൾ വിശദമായി. കൃഷിഭവൻ തലത്തിൽ എല്ലാത്തരം കുള്ളൻ തെങ്ങുകളുടെയും വിവരശേഖരണം നടന്നു വരികയാണ്. തെങ്ങിൻ്റെ ഇനം, വയസ്സ്, തേങ്ങയുടെ നിറം, ഉൽപാദനം, വിളവ് തുടങ്ങിയ വിവരങ്ങൾ ഇതിനായി കൃഷിഭവൻ തലത്തിൽ സർവേ വഴി ശേഖരിക്കുന്നു. ശേഖരിച്ച വിവരങ്ങളിൽ നിന്നും ഉൽപാദനക്ഷമതയും ആരോഗ്യമുള്ള തെങ്ങുകളെ ഹൈബ്രിഡൈസേഷൻ നടത്താൻ തിരഞ്ഞെടുക്കുകയും ഇതിൽ നിന്ന് കിട്ടുന്ന ഹൈബ്രിഡ് വിത്ത് തെങ്ങുകൾക്ക് നല്ല വില നൽകി കർഷകരിൽ നിന്ന് സംഭരിക്കുകയും ചെയ്യും. ഇതിനായി കർഷകർ തൊട്ടടുത്തുള്ള കൃഷിഭവനിൽ കുള്ളൻ തെങ്ങുകളുടെ വിവരം നൽകണം. മികച്ച ട്രെയിനിംഗ് നൽകിയ ടെക്നീഷ്യന്മാർ വഴിയാണ് സങ്കരയിനം തെങ്ങിൻ തൈ ഉൽപാദനം നടത്തുന്നത്. കണ്ണൂർ മൃഗസംരക്ഷണ വകുപ്പിലേക്ക് നടപ്പ് സാമ്പത്തിക കാലയളവിൽ മൃഗസംരക്ഷണ മേഖലയിലെ വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഗസ്റ്റ് ഫാക്കൽറ്റിയെ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ ഈ മാസം 13 മുൻപ് വിശദമായ ബയോഡേറ്റ സഹിതം അപേക്ഷ അയക്കണം. അയക്കേണ്ട വിലാസം: പ്രിൻസിപ്പൽ ട്രെയിനിംഗ് ഓഫീസർ, മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം, ജില്ലാ മൃഗാശുപത്രി കോമ്പൗണ്ട്, കണ്ണൂർ 1. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0497 2 763 473. ഇമെയിൽ വിലാസം ജോയിന്റ് ഡയറക്ടർ mundayad@gmail.com.
തിരുവനന്തപുരം കുടപ്പനക്കുന്ന് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 23-ന് സംഘടിപ്പിക്കുന്ന കാട വളർത്തൽ സൗജന്യ പരിശീലനത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ അന്നേ ദിവസം രാവിലെ 9 മണിക്ക് ഹാജരാകണം. രാവിലെ 10 മണി മുതൽ 5 മണി വരെയാണ് പരിശീലനം. ആദ്യം ഹാജരാകുന്ന 50 പേർ മാത്രമേ പരിശീലനത്തിൽ ഉൾപ്പെടുത്തുകയുള്ളൂ എന്ന് പ്രിൻസിപ്പൽ ട്രെയിനിംഗ് ഓഫീസർ അറിയിച്ചു. തെങ്ങ് കൃഷി പുനരുദ്ധാരണ പദ്ധതി പ്രകാരം നേമം കൃഷിഭവനിൽ TND തെങ്ങിൻ തൈകൾ വിതരണത്തിന് എത്തിയിട്ടുണ്ട്. ആവശ്യമുള്ളവർ കൃഷിഭവനുമായി ബന്ധപ്പെടാവുന്നതാണ്. ക്ഷീരവികസന വകുപ്പ് പട്ടത്തുള്ള പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 15 മുതൽ 25 വരെ ക്ഷീരോൽപ്പന്ന നിർമ്മാണത്തിൽ പരിശീലനം നടത്തുന്നു. പാൽ കൊണ്ടുണ്ടാക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങളെക്കുറിച്ചും അവയുടെ വിപണന രീതി, പാക്കിംഗ് എന്നിവയെക്കുറിച്ചും പ്രായോഗിക പരിശീലനം നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ രജിസ്ട്രേഷൻ ഫീസായ 75 രൂപ സഹിതം 15-ാം തീയതി രാവിലെ 10 മണിക്ക് പരിശീലന കേന്ദ്രത്തിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0471 2 440 911. നെൽകൃഷിയിൽ യന്ത്രവൽക്കരണത്തിന് കർമ്മസേന രൂപീകരണം പദ്ധതിയുടെ ഭാഗമായി ഹരിതതീരം ഗ്രൂപ്പ് ഫാമിംഗ് സംഘം പവർ ടില്ലർ, ഞാർനടിയിൽ യന്ത്രം, സ്പെയറുകൾ, കോണോ വീഡർ, കൊയ്ത്ത് യന്ത്രം, മെതിയന്ത്രം എന്നിവ നൽകുന്നു. യന്ത്രങ്ങളുടെ സേവനം ഇടുക്കി ജില്ലയിലെ മറ്റ് നെൽ കർഷകർക്കും പ്രയോജനപ്പെടുത്താം. സേവനം ലഭ്യമാകുന്നതിന് ശാന്തൻപാറ ബാപ്പുച്ചി കൃഷി വിജ്ഞാന കേന്ദ്രവുമായിട്ടോ അണക്കര പൊൻകതിർ ഹരിതതീരം ഗ്രൂപ്പ് ഫാമിംഗ് സൊസൈറ്റിയുമായോ ബന്ധപ്പെടാം. വിളിക്കാവുന്ന ഫോൺ നമ്പർ 0486 247 541. മറ്റൊരു നമ്പർ 247715. മൊബൈൽ നമ്പർ 996140 02605. കുരുമുളക് തൈകൾ പുതുതായി ഇപ്പോൾ നടാം. ജൂലൈ പകുതി വരെ നടാൻ ഉത്തമം. ധാരാളം വേരോട് കൂടിയ നല്ല വളർച്ചയെത്തിയ വള്ളികൾ നടാൻ ഉപയോഗിക്കാം. നിലവിലുള്ള കൊടികൾക്ക് രാസവളം ഇപ്പോൾ നൽകാം. കൊടി ഒന്നിന് 50 ഗ്രാം യൂറിയ, 125 ഗ്രാം റോക്ക് ഫോസ്ഫേറ്റ്, 125 ഗ്രാം പൊട്ടാഷ് എന്നിവ ചുവട്ടിൽ നിന്ന് 50 മുതൽ 75 സെന്റിമീറ്റർ അകലത്തിൽ 10 സെന്റിമീറ്റർ ആഴമുള്ള ചാലുകളെടുത്ത് വളം ഇട്ട ശേഷം മൂടണം. 1 കിലോഗ്രാം ട്രൈക്കോഡെർമ, 50 കിലോഗ്രാം ചാണകപ്പൊടി ഇവ കലർത്തിയ ചാക്ക് കൊണ്ട് മൂടി പരുവപ്പെടുത്തിയ ശേഷം 200 ഗ്രാം വീതം ഒരു കൊടിക്ക് എന്ന കണക്കിൽ തടത്തിൽ ചേർത്ത് കൊടുക്കണം. ഇത് ദ്രുതവാട്ടം തടയാൻ സഹായിക്കും. ഇനി കമ്പോള നിലവാരം. റബ്ബർ RSS 4 ക്വിൻ്റലിന് 19,200 രൂപ. റബ്ബർ RSS 5 18,300. വെളിച്ചെണ്ണ 6,750. കുരുമുളക് 40,500. നാളികേരം തൊണ്ടോട് കൂടിയത് 1000-ന് 5,500. തൊണ്ടില്ലാതെ 1000-ന് 5,100. കമ്പോള അവലോകനം. ഗാർബിൾഡ് കുരുമുളക് ക്വിൻ്റലിന് 40,500 രൂപ. അൺഗാർബിൾഡ് 38,500. കുരുമുളക് വിപണി കൽപ്പറ്റയിൽ ചേട്ടൻ കുരുമുളക് 37,500 രൂപ. വയനാടൻ കുരുമുളക് 38,500. കൊപ്ര വിപണി കോഴിക്കോട് ക്വിൻ്റലിന് 4,725 രൂപ. തളിപ്പറമ്പ് 4,500. കാസർഗോഡ് 4,200 രൂപ. വെളിച്ചെണ്ണ കണ്ണൂർ ക്വിൻ്റലിന് 7,267 രൂപ. കോട്ടയം 7,200. ആലപ്പുഴ 6,750. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 27.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.2 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 28.3, 23.5. കൊച്ചി 31.4, 22.2. ആലപ്പുഴ 28.9, 22.7. പുനലൂർ 28.4, 22.6. തിരുവനന്തപുരം 29.5, 23.1 ഡിഗ്രി സെൽഷ്യസ്. ഇതോടുകൂടി ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.